എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിന്ന് മോഹൻലാൽ എന്ന അഭിനേതാവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിൻ്റെ ജനനായകൻ, പ്രിയപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളുമായി നിങ്ങൾക്കായി അല്പനേരം സംസാരിക്കാൻ വേണ്ടിയാണ്. CPM-ൻ്റെ അനിഷേധ്യ നേതാവ് എന്ന നിലയ്ക്ക് ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ്. പക്ഷെ പിണറായി വിജയൻ എന്ന വ്യക്തി അതിലപ്പുറം പലതാണ്. നമ്മൾ പലർക്കും അറിയാത്ത ഒരു മഹാ വ്യക്തിത്വം. സ്കൂളിൽ പഠിക്കുമ്പോൾ അന്യായമായ കടത്തുകൂലി വർധനയ്ക്കെതിരെ ഒറ്റയാൽ പ്രതിഷേധം നടത്തിയ വിപ്ലവകാരിയുടെ അധികം ആർക്കും അറിയാത്ത ചില വശങ്ങളുണ്ട്. ആക്ഷൻ സിനിമകൾ, സ്റ്റണ്ട് സിനിമകൾ ഇഷ്ടപ്പെടുന്നൊരു സഹൃദയൻ. രാമായണം വായിച്ചു കേട്ട് ഭൂതപ്രേതാദികളിലുള്ള അന്ധവിശ്വാസം മാറ്റിയെടുത്ത ഒരു ബാല്യം. അമ്മയുമായി സവിശേഷമായ ഒരു അടുപ്പം പുലർത്തിയ മകൻ. കാർക്കശ്യത്തിൻ്റെ പുറന്തോടിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഫലിതപ്രിയനായ ഒരു ആസ്വാദകൻ. അങ്ങനെ കേരളത്തിൻ്റെ പിണറായി സഖാവിനെ പറ്റി നാം അറിയാത്ത പലതും എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി. അതിനു മുമ്പേ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകളെ ഈ അഭിമുഖത്തിലേക്ക് ഔപചാരികമായി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം സർ. നമസ്കാരം. ഇങ്ങനൊരു അഭിമുഖം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലും എന്നാൽ സംഘർഷത്തിലുമാണ് ഞാൻ. അഭിനേതാവായാണ് ഞാൻ സാധാരണ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ അങ്ങേ അഭിമുഖം ചെയ്യുക എന്ന ദൗത്യമായി ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ എനിക്കും അതേറെ പുതുമയുള്ള ഒരു അനുഭവമായി മാറുകയാണ്. അങ്ങേപ്പോലെ ഒരു മഹാനേതാവിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നാലോചിക്കുന്നതിനിടയിലാണ് ഞാൻ അങ്ങേ ആദ്യം കണ്ടത് എന്നാണ് ഓർത്തു നോക്കിയത്. കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനെയും പോലെ വർഷങ്ങൾക്കിടെ നിരവധി തവണ ഞാൻ അങ്ങേ നേരിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ടത് എന്നാണെന്ന് സ്വാഭാവികമായി എനിക്ക് ഓർത്തെടുക്കാനായില്ല. എന്തായാലും ഒരു 30 വർഷത്തെ ബന്ധമെങ്കിലും ഉണ്ടാകും. പക്ഷെ അവസാനം കാണുന്നത് ഇപ്പോഴാണ്, അതെനിക്കറിയാം. സാർ, നമുക്ക് വളരെ ലഘുവായ രീതിയിൽ നമുക്ക് ഈ അഭിമുഖം അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണം തുടങ്ങാം. ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടാം. അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന ഒരു ആദരമാണ്. പാടട്ടെ? കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാം എൻ കേരളം. എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. അല്ല, ഇതിൻ്റെ പുറകിൽ ഒരു നല്ല ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങും എനിക്ക് 4 വരി പാടിത്തരണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട. പിന്നെ നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കോ അത് അവസാനിക്കുമ്പോഴോ എന്തെങ്കിലും. സാർ, ഞാൻ സിനിമയിൽ വന്നിട്ട് 48 വർഷമായി. അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സാർ, ആദ്യമായി കണ്ട സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അത് വളരെ ചെറുപ്പത്തിലുള്ളതായതുകൊണ്ട് അത്ര ഓർമ്മയില്ല. ഇല്ല. അത് നാട്ടിൽ വെച്ചായിരിക്കും കണ്ടല്ലേ? അതെ, അന്ന് ചെറിയ ടാക്കീസുകൾ നാട്ടിലുണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. ഉത്തര കേരളത്തിലെ ഒരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ആളാണ് സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അങ്ങേക്ക് സഹോദരന്മാരുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും. എനിക്ക് 2 സഹോദരന്മാരാണ് ഉണ്ടായത്. പക്ഷെ എൻ്റെ അമ്മ പ്രസവിച്ചത് 14ാമത്തെ കുട്ടിയാണ് ഞാൻ. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ 2 സഹോദരങ്ങൾ, മൂത്തവർ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് ഞങ്ങളുണ്ടായത്. അമ്മയും അച്ഛനും ഒക്കെ ഈശ്വര വിശ്വാസികളായിരുന്നു. സന്ധ്യാനാമമൊക്കെ ചൊല്ലാറ് പതിവുണ്ടായിരുന്നു. ഈശ്വര വിശ്വാസികളും വലിയ തോതിലുള്ള ഈ അന്നത്തെ കാലത്ത് ഭൂതപ്രേത കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള കാലമാണ്. അതെ അതെ. അപ്പോൾ അതിനൊക്കെ വല്ലാതെ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. അച്ഛനും
വിശ്വാസി തന്നെയാണ്, പക്ഷേ അത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷകരവും സങ്കടകരവുമായ ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവയൊക്കെ അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അതിൽ വലിയ തണലായിട്ട് അമ്മ തന്നെയാണ് ഉണ്ടായത് എല്ലാ കാര്യത്തിലും. സാധാരണ നിലക്ക് നല്ല കരുതലോടെ എന്നെ വളർത്തുന്നതിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിന് അന്നത്തെ കാലം എല്ലാവരും പഠിക്കുന്ന കാലമല്ലായിരുന്നു, പിന്നെ പഠനം തുടരണമെന്നും ആഗ്രഹിക്കുന്ന കാലമല്ല. ഒരു 5ാം തരം ആവുമ്പോൾ പഠനം അവസാനിപ്പിക്കുക. അന്ന് നാട്ടിൽ ധാരാളം ഉള്ളത് ബീഡി കെട്ടാണ്. ബീഡി തൊഴിലിന് പോവാം, ബീഡി കെട്ടാൻ പോകും. കുട്ടികൾ പോയിട്ട് ബീഡി ഇങ്ങനെ കെട്ടിക്കൊടുക്കും, നൂല് കെട്ടി. അതിന് പിന്നെ ഈ ചെന്ന ആൾക്കാർ പറഞ്ഞ് കുട്ടി പഠിക്കട്ടെ. അപ്പോൾ അതറിഞ്ഞിട്ട് സ്കൂളിലെ പ്രധാന അധ്യാപകനും മാനേജറുമായിട്ടുള്ള അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അവനെ ഇപ്പം അതിനൊന്നും വിടരുത്, നിങ്ങൾ പഠിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് LP സ്കൂൾ കഴിഞ്ഞിട്ട് UP സ്കൂളിൽ ചേരുന്നു. UP സ്കൂളിൽ ചേർന്നപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ടായി. അവിടെ ഒരു മലയാളം അധ്യാപകൻ, മലയാളം വിദ്വാൻ, മുൻഷി എന്നാണ് നമ്മൾ സാധാരണ പറയുക, മുൻഷി മാഷ്. അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, നിൻ്റെ നക്ഷത്രത്താ? അപ്പോൾ അന്ന് എനിക്കറിയാവുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതായിരിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്, നിൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അമ്മ ചെന്നു. അപ്പോൾ അത് തന്നെ ഒരു നാട്ടിൽ വാർത്തയായി, മുൻഷി മാഷ് അമ്മയെ വിളിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. അങ്ങനെ ചെന്നപ്പോൾ എപ്പോഴായിരുന്നു പ്രസവിച്ചത്, യഥാസമയം എന്നൊക്കെ ചോദിച്ചു. ആ കാലത്ത് വലിയ കൃത്യതയല്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എന്ന് മാത്രമേ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നക്ഷത്രം ഉച്ചയോടുകൂടി അവസാനിച്ചിരിക്കുന്നു, പിന്നെ പുതിയ നക്ഷത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇവൻ്റെ നക്ഷത്രം, ഞാൻ ജാതകം എഴുതിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതുന്ന ജാതകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ദീർഘകാലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടം വരെ പഠിപ്പിക്കണം, തോറ്റാൽ നിർത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠനം തുറന്നു പോകുന്നതിന് ഇടയാകുന്നത്. ESLC ഉണ്ടായിരുന്നു. 8ാം തരത്തിൽ ESLC എന്ന് പറയുന്ന പബ്ലിക് എക്സാമിനേഷൻ. അതിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു അവിടെ നിന്ന് പാസ്സായത്. പഠനത്തിന് പിന്നെ മറ്റ് പിന്തുണയൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ വായിക്കുന്നെങ്കിൽ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ സഹായമില്ല, അയൽവക്കങ്ങളിലും സഹായം കിട്ടാനില്ല. കാരണം ആരും അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നത്തെ സമൂഹത്തിനെ പോലെയല്ലാരും. അപ്പം അതിലൊക്കെ പക്ഷേ വലിയ സ്നേഹസമ്പന്നരാണ് എല്ലാവരും, എല്ലാ കാര്യങ്ങളിലും നല്ല സ്നേഹമാണ്. അതാണ് അതിൻ്റെ ഒരവസ്ഥ. സാറ് വളരെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. അങ്ങ് പഠനത്തിൽ മാത്രമാണോ അതോ കളികളിലും കായിക മികവിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ വായനയോ കലാപ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ചെറുപ്പകാലത്ത് എല്ലാവരും കളിക്കുമല്ലോ, ഇന്നത്തെ പോലെ എല്ലാവരും എല്ലാ കളിയും വന്ന് പിന്നെ കുട്ടികൾ വലിയ കളിയല്ലേ സാധാരണ. ആ കളികളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം ഒന്ന് ഫുട്ബോളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലൊരു വലിയ ബോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടന്നു. ആ ടൂർണമെൻറ്റ് കണ്ടപ്പോൾ നമുക്കൊരു ചെറിയ കുട്ടികളാണല്ലോ, ഒരു ആവേശം. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, നാണു, രാജൻ എന്ന് പറഞ്ഞ 2 പേര്. ഞങ്ങളെല്ലാം കൂടി ഒരു കളി തുടങ്ങി. അപ്പോൾ അതിന് ബാറ്റില്ല. അപ്പോൾ ഓലയുടെ അടിഭാഗമില്ല, അതിൻ്റെ മടൽ ഇങ്ങനെ കുറച്ച് വീതി ഉണ്ടാവും, അത് വെച്ചിട്ടായി കെട്ടിയ ബോളിൽ കളി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ബാറ്റിൽ കളിയായി. അങ്ങനെ ബോൾ ബാഡ്മിൻ്റൺ പിന്നെ ഞങ്ങൾ കളിക്കുകയായിരുന്നു, നല്ലതുപോലെ കളിക്കുമായിരുന്നു. അവരൊക്കെ സ്റ്റേറ്റിൽ നല്ലതുപോലെ കളിച്ചവരാണ്. ഈ നാണു എന്ന് പറയുന്നയാൾ സ്റ്റേറ്റിന് റെഫറി ആയിട്ടൊക്കെ പിന്നീട് കുറേ കാലം പോയതാണ്. അങ്ങനെ ബോൾ ബാഡ്മിൻ്റൺ കൂടി കളിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിന് പുറത്ത് അങ്ങേക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ടല്ലോ. അടുത്തിരുന്ന തമാശ പറയാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കളുണ്ടോ?
അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അങ്ങേക്ക് സാധിക്കാറുണ്ടോ? ഇപ്പം അതിന് കുറേ വിഷമമുണ്ട്. എന്നാലും എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും കാണും. പിന്നെ മിക്കവാറും ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അവർ ചിലരെല്ലാം അങ്ങ് പോയി, എന്നാലും ഉള്ളവർ ഇപ്പോഴും ഉണ്ട് നല്ല നിലക്ക്. സാർ, ഒരു നടൻ അല്ലെങ്കിൽ ഞാൻ താരസംഘടനയുടെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ നിലകളിൽ അങ്ങേ പലതവണ ഞാൻ അടുത്തിടപഴകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? കാര്യം ഒരുപക്ഷെ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. നല്ല ഒരു കരുതലുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണ മനുഷ്യരുടെ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും ഒരു പ്രത്യേക നിയോഗത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടുന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിൽ, ആ വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെയൊരു നിലയാണ് എപ്പോഴും ഉള്ളത്. വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ. ഇത് ബോധപൂർവം നിലനിർത്തുന്നതാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചാണോ അതോ കുട്ടിക്കാലത്ത് അമ്മയുടെ ആ ഒരു കരുതൽ അന്നത്തെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ചായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് അതിൽ. ഈ ചെറുപ്പത്തിൽ ധാരാളം ഈ മറ്റ് കഥകൾ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് വായന അറിയില്ലെങ്കിലും പഴയ തച്ചോളി പാട്ടൊക്കെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരുമായിരുന്നു. എന്നാൽ ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ട്, അല്ല അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പം എൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിലും വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്കൊരു പാട്ട് പാടണേ. പിന്നെ അത് ഇരിക്കട്ടെ. അതെ ജാലവിദ്യ, മാജിക്. അതായത് ഒരു നൂലിന്മേലൊരു ചോക്ക് കിട്ടും, ചോക്കല്ലേ എഴുതുന്നത്. ആ ചോക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ നൂലങ്ങോട്ട് കത്തിക്കും. കത്തിയാലും ചോക്ക് വീഴില്ല. അപ്പോൾ അതിൻ്റെ വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ ഈ നൂല് പലവട്ടം ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് കത്തിച്ചാൽ ആ ചാരം അങ്ങനെ തന്നെ നിൽക്കും, വീണു പോകാതെ, ചോക്ക് വീണു പോകാതെ നിൽക്കും. ഇതാണ് ഒരു ജാലവിദ്യ. മറ്റേ ഒരു കഥാപ്രസംഗം ഞാൻ നടത്തിയിരുന്നു. ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ തലയിൽ നെറ്റിയിലൊരു ചെറിയ അതിൻ്റെ കായ വന്ന് വീഴുന്നു. അപ്പോൾ ഈ കായ അല്ല തെങ്ങിൻ്റെ തേങ്ങ പോലത്തെ ആണെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കാണിക്കുന്ന ഒരു കഥയായിരുന്നു അത്. ഓക്കെ, അപ്പം നമുക്ക് പാട്ട് ഇപ്പം വേണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാകാം അല്ലേ?
എപ്പോഴെങ്കിലും ഒരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുത്തിക്കുറിക്കാന്ന് ചോദിക്കുന്നത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? എഴുത്ത് വിശദമായിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ പല കാര്യങ്ങളും എഴുതേണ്ടി വരുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ അങ്ങയുടെ ഒരു ആത്മകഥ അങ്ങനെ എന്തെങ്കിലും എഴുതണമെന്ന ഒരു ആഗ്രഹമുണ്ടോ? അതൊന്നും ഇതിൻ്റെ ഇടക്ക് അതിനെപ്പറ്റി ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ ചിലരൊക്കെ അതിനു വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. എൻ്റെ വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടെന്ന് എനിക്കറിയാം. തിരക്കുകൾക്കിടയിൽ അങ്ങേക്ക് വായിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ വായനക്കൊക്കെ വല്ലാത്ത സമയം കുറയാണ്. മറ്റ് വായന എനിക്കൊരു നല്ല രസമായിരുന്നു, നല്ല രീതിയിൽ വായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വായിക്കാൻ അധിക സമയം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളുണ്ടാവും, അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ? അതിൽ ഞാൻ വായിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ടോൾസ്റ്റോയുടെ അന്നാ കരീന തന്നെയാണ്. വലിയ ഹൃദയത്തെ ഏറ്റവും അധികം ബന്ധിപ്പിക്കുന്ന, മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണെന്ന് പറയാം. പിന്നെ വിക്ടർ ഹ്യൂഗോൻ്റെ കഥയും പാവങ്ങൾ, അത് വളരെയധികം വലിയ തോതിൽ നമ്മളെ ജീവിതത്തെ രൂപപ്പെടുത്താൻ തന്നെ സഹായിക്കുന്ന ഒന്നായിരുന്നു. നമ്മളെ നാട്ടിലെടുത്താൽ തകഴിയുടെ കയർ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ചിത്രീകരണമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ആ കാലത്ത് നല്ലോണം വായിക്കാൻ പറ്റിയിരുന്നു. കവിതകളും വായിക്കും. ഇതെല്ലാം ഒരു പുതിയ അറിവാണ് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ നോക്കും. ഞാൻ പിന്നെ എന്നെപ്പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാറില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം വന്നാൽ, ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ പല മാധ്യമങ്ങളെയും അപ്പം തന്നെ വിളിക്കും, എന്താ നിങ്ങളങ്ങനെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത് ശരിയാണോ എന്നൊക്കെ പറയും. ഇന്ന് വരെ ഒരാളെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. എന്ത് വാർത്ത വന്നാലും അതവിടെ നിന്നോട്ടെ എന്നുള്ളതാണ്. അങ്ങനെയൊരു പ്രകൃതമാണ് ഞാൻ സ്വീകരിച്ചു വരാറുള്ളത്. അത് വീട്ടിലെ ഒരു അച്ഛൻ മുത്തച്ഛൻ അല്ലേ, അപ്പൊ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് കുട്ടികളോടോ അത് വീട്ടിലെത്തിയാൽ ഞാൻ അവരുടെ സ്വന്തം ആള് തന്നെ, അതിനകത്ത് പ്രശ്നമില്ല. എൻ്റെ പുറത്തുള്ള എല്ലാ തിരക്കുകളും ഇപ്പൊ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങള് വല്ലാത്ത പ്രയാസങ്ങൾ. അതുവരെയുള്ള കാലം എടുത്താൽ വീട്ടിലെത്തിയാൽ ഞാൻ വീട്ടിൻ്റെ ഒരാളായിട്ട് അങ്ങ് മാറുകയാണ്. അതിന് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അത് കുട്ടികൾക്കും ഉണ്ടാകാറില്ല, വേറെ കുട്ടിക്കും ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെയൊരു അവസ്ഥയാണ്. സാർ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ സ്മാർട്ട് ഫോണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെ വന്നതോടുകൂടി അറിവ് സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പഴയ കാലം പോലല്ല. എങ്കിലും പുതിയ തലമുറ നേരിടുന്ന ഭയങ്കരമായ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ വലുതാണ്. അവരോടൊരു ഒരു ഒരു മുത്തശ്ശൻ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കുട്ടികൾ വലിയ തോതിൽ വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ കിടക്കുകയാണ്. ഒന്ന്, കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ
സാങ്കേതിക കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങുന്നത്. ഈ ഫോണും മറ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോണും മറ്റും വെച്ചുകൊണ്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷെ അതിൽ ആ ലോകം വളരെ വലുതാണ്. എന്നാൽ അതിനകത്തുള്ള ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതിന് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് എല്ലാ വഴിയും തിരിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഒന്നും അച്ഛനമ്മമാരിൽ നിന്ന് മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്വകാര്യമായിട്ട് ചെയ്യാതിരിക്കുക. താൻ കാണുന്നത് സ്വകാര്യമായിട്ട് കാണണം എന്ന നിർബന്ധമില്ലാതിരിക്കുക. അമ്മയോ അച്ഛനോ കാണുന്നതിന് ഒരു തടസ്സമില്ലാതിരിക്കുക. അങ്ങനെയൊരു നില വന്നാൽ കുട്ടിക്ക് തന്നെ എന്താണ് കാണാവുന്നത് കാണാത്തത് എന്നതിനെ പറ്റിയൊരു ധാരണയുണ്ടാക്കാൻ ഇടയാകും. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു നില ചെറുപ്രായത്തിൽ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം അങ്ങേ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലും അങ്ങ് കാട്ടുന്ന വലിയ ആതിഥേയ മര്യാദ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മാതൃകയാക്കാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശീലം അമ്മയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ കിട്ടിയത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം അത് കിട്ടിയത്. കാരണം ഞങ്ങൾ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചില സുഹൃത്തുക്കളോട് കൂടി വീട്ടിൽ ചെന്നാൽ വലിയ തോതിൽ സൗകര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയൊരു രീതി ചെറുപ്പത്തിലേ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് തോന്നുന്നു. അങ്ങേക്ക് പാചകം ഇഷ്ടമാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. നേരത്തെ ചായ കുടിക്കുന്ന കാലത്ത് അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? ഞാൻ സാധാരണ ഏത് ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വെക്കാറുണ്ട്. ഇന്ന് ചിലതേ കഴിക്കൂ, ചിലത് കഴിക്കില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഒരു ഭക്ഷണത്തോടും അപ്രിയമില്ല, ഒന്നും മാറ്റി നിർത്താറില്ല. എല്ലാം കഴിക്കുന്ന ഒരു കൂട്ടക്കാരനാണ് ഞാൻ. ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? എനിക്ക് തീർച്ചയായും അതാണ്. വീട്ടിലെ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഭക്ഷണത്തെ പറ്റി താരതമ്യപ്പെടുത്തി പോകും. അതെപ്പോഴും എനിക്ക് താല്പര്യം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്നത് ഒരു കൺകണ്ട ദൈവമാണ്. അങ്ങയുടെ അമ്മയെപ്പറ്റി, ആ ആത്മബന്ധത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശതയുണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്തിങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടും എന്നൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണമല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്ന് അങ്ങനെ രാമായണം കേൾക്കുന്നത്. അങ്ങക്ക് ഭൂതപ്രേത പിശാചുക്കളൊക്കെ പേടിയായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ കുട്ടികൾ? ഭയങ്കര പേടിയായിരുന്നു, ചെറിയ പേടിയല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അങ്ങക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശം
ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ പറഞ്ഞു, എന്നാലും ഒരു സന്യാസം എന്ന് പറഞ്ഞ പോലെ അങ്ങേക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശമുണ്ടെന്ന് വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇതിനെപ്പറ്റി പറയാറ് സാധാരണ നിസ്സാരമായുള്ള സംസാര സാഗരം എന്നാണ്. അതെ. അപ്പം അങ്ങനെയൊരു തോന്നലാണ് ആ ചെറുപ്പകാലത്ത് എനിക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആ സ്വാധീനം എന്നിലുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഭൂതപ്രേത പിശാചുക്കളെ പറ്റി ഭയങ്കര വിശ്വാസമായിരുന്നു. ആ സമയത്ത് ലൈറ്റോ അങ്ങനെയൊന്നും അധികം ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ പിന്നെ ഞാൻ MLA ആയിരിക്കും പോലും ഇല്ല. അങ്ങനെയൊരു കാലമാണത്. അങ്ങനെയൊരു അവസ്ഥയാണ്. രാത്രി ആയാൽ പിന്നെ ഇരുടല്ലേ എല്ലാ സ്ഥലത്തും. അപ്പോൾ എവിടെയും ഏത് ഭൂതവും പ്രേതവും പ്രത്യക്ഷപ്പെടാം. അതൊക്കെ പിന്നെ ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരുകയല്ലേ, അതനുസരിച്ച് മാനസിക വളർച്ചയും വരികയല്ലേ. അത് പിന്നെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് ബോധപൂർവ്വം. അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്താണ്? അത് ഒരു ദിവസത്തെ യാത്രയാണോ, അതോ ഒരുമിച്ചിരുന്ന് തീൻമേശയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഏറ്റവും പ്രധാനം തീൻമേശയിലെ ഭക്ഷണമാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആരൊക്കെയുണ്ടോ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരും ഒന്നിച്ചാണ് ഇരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയാണ് എപ്പോഴും സ്വീകരിക്കാറ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല സമയം. എപ്പോഴും ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഉള്ള അഭിപ്രായക്കാരനാണ്. അപ്പം ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇപ്പം പാടുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പാടാം അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. സാറിൻ്റെ പിന്നെ മക്കളോ പേരക്കുട്ടിയോ അങ്ങയോട് പറയുന്നൊരു സൂപ്പർ ഹീറോ കഥകളൊക്കെ ഉണ്ടോ? അങ്ങനെ ഒന്ന് പറയാറുണ്ടോ? ചെറിയ കുട്ടിയായിരിക്കുമ്പം പേരക്കുട്ടിക്ക് വലിയ ഹീറോകളെ പറ്റി വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ പറ്റി പറയുന്നത്. അങ്ങോട്ട് വന്ന് സംസാരിക്കും. അതെ. ഈ ഒഴിവുവേളകളില്ല അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുകയാണ്, വീണ് കിട്ടിയ ഒഴിവുവേളകളിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അല്ല, ഒഴിവുവേള ഉണ്ടെങ്കിൽ വായന നല്ല ഇഷ്ടമാണ്. പിന്നെ ചില ഘട്ടത്തിൽ പിന്നെ ടി വിയിൽ ഇപ്പോൾ സിനിമയൊക്കെ വരുന്നുണ്ടല്ലോ, ചില ഘട്ടത്തിൽ അത് കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാറുണ്ട്? അങ്ങനത്തെ മറക്കാനാവാത്ത യാത്രകളുണ്ടോ? യാത്ര എനിക്കിഷ്ടമാണ്, യാത്ര ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര, ഒരു മറക്കാനാവാത്ത യാത്ര എന്ന് പറയുന്നത് എൻ്റെ സിംഗപ്പൂർ യാത്രയാണ്. ഞാനും വൈഫും മകളും എല്ലാം കൂടി പിന്നെ ഒരു യാത്ര നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ്, നമ്മുടെ വൈദ്യുതി മന്ത്രി സ്ഥാനം പോയപ്പോഴാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്തുള്ള യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഉണ്ട്. അതെ അതെ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇവിടത്തേക്ക് പോകുന്നത്. ഭയങ്കര കഥ അതിനെപ്പറ്റി. ഞാൻ യാത്ര പോകേണ്ട താമസം എന്തോ ആരും ഇതേവരെ യാത്ര ചെയ്യാത്ത പോലെ ഭയങ്കരമായ വാർത്തകൾ വന്നു. പക്ഷേ അത് നല്ല ആസ്വദിച്ച യാത്രയായിരുന്നു. ഈ വാർത്ത വന്നു എന്നുള്ളത് കൊണ്ട് വല്ലാതെ വിഷമമൊന്നും എനിക്ക് അന്നുമില്ല, ഇപ്പോഴും ഇല്ല. അതാണ് അതിൻ്റെ രീതി. ആ യാത്ര നല്ല യാത്രയായിരുന്നു. അങ്ങനെ സിനിമകളൊക്കെ കാണുന്ന ആളാണ്, മലയാള സിനിമകളൊക്കെ കാണുന്നതാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പറയാൻ പറ്റും? അത് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഫലിക്കുന്ന ഒരു കഥാപാത്രമുണ്ടോ? അല്ല, മലയാള സിനിമയിൽ ധാരാളം കഥാപാത്രങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നവരായിട്ടുണ്ടല്ലോ. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. അപ്പോൾ അതിനകത്ത് പിന്നെ നിങ്ങളാണ് ആ പിന്നെ ഇതായിട്ട് വരുന്നത്. അതെ. അപ്പോൾ അവിടെ മാതൃകാ ഡോക്ടറായിട്ടാണ് പിന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പിന്നെ ഇവരിങ്ങനെ മുഖവിലക്കെടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ, മോഹൻലാൽ സിനിമകളിൽ അങ്ങേക്ക് ഏത് കഥാപാത്രത്തിനോടാണ് താല്പര്യം? ഇപ്പം അത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇതൊരു ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ഇല്ല. പക്ഷേ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്താറുണ്ട്, ഓർക്കാറുണ്ട്. ഇതൊരു
ഒരു സിനിമയിൽ അഭിനയിക്കാൻ അങ്ങേക്ക് ഒരു ക്ഷണം വന്നാൽ എന്ത് തരത്തിലുള്ള റോളുകൾ ചെയ്യാനായിരിക്കും ഇഷ്ടം? അല്ല, അതിന്റെ കാലം കഴിഞ്ഞല്ലേ. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ആ, ഇനിയിപ്പോ അതിന്റെ കാലം കഴിഞ്ഞല്ലോ. അത് ഇതിനു മുമ്പായി കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ആകെ പറ്റുന്ന റോളൊന്നല്ലേ ഉള്ളൂ. പ്രായമുള്ള ഒരാളുടെ റോള് അതല്ലേ പറ്റും. അതായത് ഇപ്പൊ ഞാൻ എന്നോട് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക, കമലഹാസനോടൊക്കെ അങ്ങേക്ക് ഒരു നല്ല സൗഹൃദമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിൻ്റെയാണ്. അങ്ങേക്ക് കൂടുതൽ രജനീകാന്തിന് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊരു ഘട്ടത്തിൽ അതായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മുടെ ടി വികളിൽ സിനിമകൾ ഇങ്ങനെ വരുന്ന കാലത്ത് KTV, അതെ അതെ, അപ്പൊ ആ കാലത്ത് അതിൽ ധാരാളം രജനി പടങ്ങൾ വരാറുണ്ട്. അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും നിങ്ങളുമായിട്ടെല്ലാമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ പടങ്ങളോട് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു, പുള്ളിയുടെ ഒരു രീതികളോട്. അതെ, അതാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് അതൊരു ആക്ഷൻ സീനിനോടുള്ള താല്പര്യമാണ്. ഞാൻ നേരത്തെ പറയുകയായി, 2 സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. സർ, ഈ സിനിമയിൽ ചിലപ്പോഴൊക്കെ പോലീസ് മർദ്ദനത്തിന് വിധേയനാകുന്ന കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ ജീവിതത്തിൽ അത് ഒരുപാട് നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് അടിയന്തരാവസ്ഥ കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ എൻ്റെ കയ്യിലില്ല. ഇപ്പൊ എൻ്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പിൽ ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത് വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു. അല്ല, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കിടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? കാര്യം ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുകയാണ്. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടുത്തെ ഏജൻസി തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അത് നിസ്സഹായരായ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പേരിലുള്ളതാണെന്ന് വന്നിരുന്നു.
ഒരു വീട് തന്നെ കാണിച്ചുകൊണ്ട് അത് എൻ്റെ വീടാണ് എന്ന് മറ്റൊരാളുടെ വീട് എൻ്റെ വീടാണെന്ന് കാണിച്ചുകൊണ്ട് വാർത്തകൾ വന്നു. ആ വീട്ടുടമ തന്നെയാണ് എന്നെ അറിയിക്കുന്നത്, ഇതെൻ്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല, ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂർ കമല ഇൻ്റർനാഷണൽ അങ്ങനെ ഒരു കമ്പനിയുണ്ട്, ഒരു ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്, തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, മുൻപ് അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ വേണം, ഒരാളുടെ മകനാണ്, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നു, ഞാനത് ബന്ധപ്പെട്ട ആളെടുത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടയ്ക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് വീട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ പുഴ കടന്നു പോകണം. അപ്പോൾ രാത്രി ഇപ്പോൾ ചിലപ്പോൾ 11 മണി വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി വിളിച്ചിട്ട്, ഇദ്ദേഹമാണ് തോണി എന്നാണ് നമ്മൾ പറയുക, വഞ്ചിക്ക്, ആ തോണിയിൽ ഇങ്ങോട്ട് കടത്തുന്നത്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് പറയുകയാണ്, അല്ല ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയും. അപ്പോൾ എനിക്കത് പെട്ടെന്ന് എനിക്ക് മറ്റൊരു തോന്നലും ഉണ്ടാകുന്നില്ല. നിങ്ങളെന്ത് ചെയ്യാനാണ്, ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ മറ്റെന്തെങ്കിലും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. എന്താ നിങ്ങൾ പൈസയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചേ? അതെ. അപ്പോൾ ഞാൻ കുറേ കൂടി മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ നിർത്താം, എഴുന്നേറ്റ് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതത്രയും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ, മറ്റൊന്നും നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോളൂ. അപ്പോൾ പിന്നെ അദ്ദേഹം പോയി അവിടെയുള്ള ആൾക്കാരോട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പിന്നെയും വിരോധമില്ല. പിന്നെ ആ പാവത്തിൻ്റെ മകന് പിന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു, ഒരു കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. ഇത് ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ അറിയുന്ന ആൾക്ക് പോലും ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അത് നാടിൻ്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും അതിന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണ ബോധ്യം. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും എപ്പോഴെങ്കിലും ഒരു കരഞ്ഞു പോയ സന്ദർഭമുണ്ടോ? അമ്മയുടെ മരണം അതല്ലാതെ? അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് വേദനിപ്പിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം വിഷമം തോന്നുന്നത് നമ്മുടെ ഒന്നിച്ചുള്ളവരും നമ്മളെ വിട്ടുപിരിയുമ്പോൾ, നമുക്ക് ശേഷം വിട്ടുപിരിയേണ്ടവരാണെന്ന് കരുതുന്നവർ വിട്ടുപിരിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അതിപ്പോൾ പരസ്യമായിട്ട് തന്നെ പ്രകടമായതാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ അനുശോചന യോഗത്തിൽ സംസാരിക്കാൻ, ആ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങേക്ക് ജീവിതത്തിന് എന്തിനെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷേ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. ജീവിതത്തിലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാൽ, എൻ്റെ ഒരു കോളേജ് പഠനകാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു, നല്ല അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആ വിദ്വാൻ നല്ല വലിയ കാശുള്ള ആളാണ്, സായിപ്പിൻ്റെ മകനായിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാശ് ധാരാളമുണ്ട്. അന്ന് ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 നോട്ടുകൾ എടുക്കുന്ന ഒരു വിദ്വാനാണ്. അങ്ങനെ കാശുണ്ടാകുന്ന ഒരു വിദ്വാൻ. പക്ഷെ
പക്ഷെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. മദ്യപാനത്തിലേക്ക് നീങ്ങി പുള്ളി. അപ്പം ഞാനന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയല്ലേ, ഇത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വല്ലാതെ പരിധി വിട്ട് പ്രയോഗിക്കുന്നവരെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ബന്ധം അങ്ങ് വിച്ഛേദിച്ചു. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ബന്ധം വിച്ഛേദിച്ചത് അയാളെ കൂടുതൽ നാശത്തിലേക്ക് എത്തിച്ചു. അയാൾ വല്ലാതെ തകർന്നുപോയി. തകർന്നൊരു പൂർണ്ണമായ മദ്യപാനിയായി റോഡ് വക്കിലൊക്കെ ഇരിക്കുന്ന സൈസായിട്ട് മാറിയിരുന്നു. അപ്പോൾ അത് പിന്നെ എന്നെ ഒരു കുറ്റബോധത്തിലേക്ക് നയിച്ചിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ വിട്ടിരുന്നില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള അടുപ്പം തുറന്നിരുന്നുവെങ്കിൽ അയാൾ മദ്യപിക്കുമായിരുന്നു. പക്ഷേ ഇതുപോലൊരു മദ്യപാനിയായിട്ട് മാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതാണ് എനിക്കൊരു കുറ്റബോധം തോന്നിയ ഒരു കാര്യം. മറ്റൊന്ന് കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം അങ്ങയുടെ ദൗർബല്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം? അത് എന്താണെന്ന് ഇപ്പോൾ ദൗർബല്യം മനസ്സിലാക്കുന്നതിലെ ആൾക്കാർ കണക്കാക്കിയത് എൻ്റെ ദൗർബല്യം എൻ്റെ മക്കളാണെന്നാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കോളേജ് കാലത്തുള്ള ഒരാൾ രാഷ്ട്രീയമായിട്ട് വിരുദ്ധ ചേരിയിലാണ്. രാവിലെ എൻ്റെ വീട്ടിൽ വരികയാണ്. എതിർചേരിയിലാണ്, ഭയങ്കര എതിരാടിയാണ്. രാവിലെ വീട്ടിൽ വരികയാണ്. എന്താ പേര് ഞാൻ പറയുന്നില്ല, എന്താന്ന് ചോദിച്ചപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ല ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പറഞ്ഞ് നിങ്ങളെ നല്ല വിജയൻ്റെ എന്നാണ്. വിജയൻ്റെ മക്കളെ നേരെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആളെ പേര് പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടു പോകാനാണ്. ഇയാളുടെ പ്രധാന സുഹൃത്താണ് ഈ ചെയ്യുന്നത്. ഈ പ്രധാന സുഹൃത്താണ് ഇത് പ്ലാൻ ഇട്ടിട്ടത്. അപ്പോൾ ആ സുഹൃത്തിനോട് ഇയാൾ പറഞ്ഞു പിന്നെ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ പിന്നെ നാട് കത്തും, അന്ന് അങ്ങനെ ഒരു വഴിക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനായതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ അത് നടന്നേക്കാവും. അപ്പോൾ ഞാൻ ചിരിച്ചു. അല്ല നിങ്ങൾ ചിരിക്കുക ചെയ്യാന്ന് എനിക്കറിയാം, എന്നാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ശ്രദ്ധിക്കാനാണ്? ഞാൻ എന്ത് ശ്രദ്ധിക്കും? ഭാര്യയോട് പറയാൻ പറ്റൂ? പറഞ്ഞാൽ പിന്നെ പിന്നെയുള്ള അവസ്ഥ എന്താണ്? ഈ കുട്ടികളോട് പറയാൻ പറ്റൂ? അത് പിന്നെ വരുന്നിടത്ത് കാണാൻ നോക്കൽ മാത്രമേ പറ്റൂ. അപ്പോൾ ദൗർബല്യം എന്നുള്ളത് മറ്റുള്ളവരാണല്ലോ വിലയിരുത്തുന്നത്. അങ്ങനെ കണ്ടത് കുട്ടികളാണ് ദൗർബല്യം എന്നുള്ള മട്ടിലാണ്. സംഭവ ബഹുലമായ ജീവിതമാണ് അങ്ങ് കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും തളർന്നു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും അങ്ങനെ തളർന്നു പോയിട്ടില്ല. കാരണം തളർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിലൊക്കെ എൻ്റെ വിശ്വാസം പാർട്ടിയിലാണല്ലോ, പാർട്ടിയോടാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കൂറ്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു കരുത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനൊപ്പം ഏകാന്തതയും നമ്മെ വലയം ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏകാന്തത അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെയില്ല, ഏകാന്തത എന്ന തരത്തിലേക്കില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പോലെ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും കൂടിയിരിക്കാനും സമയം ചെലവഴിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടമല്ലേ, ഓരോ ഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ നിയോഗമില്ലേ, ഇന്നത് ചെയ്യാം എന്നൊരു നിയോഗത്തിലേക്ക് വന്നാൽ അത് ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പണബോധത്തോടെ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് സമയം കിട്ടുമെങ്കിൽ മാത്രം ആ സമയം ഉപയോഗിക്കുക. ആ നിലയാണ് ഞാൻ സ്വീകരിച്ചു പോകുന്നത്. ഒരു വല്ലാത്ത ഏകാന്തത അങ്ങനെ അനുഭവപ്പെടാറില്ല. പിന്നെ ഏകാന്തമായി പോയി, ഒറ്റക്കായി പോയി എന്നൊരു തോന്നലും എനിക്കൊരു ഘട്ടത്തിൽ ഉണ്ടാകാറില്ല. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ അതിലൊരു വിഷമവും ഉണ്ടാകാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാറില്ല. നമ്മുടെ പാട്ടിന്റെ കാര്യം ഓർമ്മയിലുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കാം. അങ്ങയുടെ തിരക്കുകൾ ഞങ്ങൾക്കറിയാം. ഒരു ദിവസത്തേക്ക് അങ്ങേ ആരും തിരിച്ചറിയില്ലെന്നും മുഖ്യമന്ത്രി അല്ലെന്നും കരുതുക. കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയി സമാധാനമായിരുന്ന് ഒരു ചായ കുടിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അല്ല, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എൻ്റെ വീട് തന്നെയാണല്ലോ. അവിടെ പോയിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. അതൊരു മറ്റു തരത്തിൽ ബാധിക്കുന്ന കാര്യമല്ല. ഈ വലിയ തിരക്കുകൾ കഴിഞ്ഞിട്ട് എങ്ങനെ പോയിരിക്കും എന്നുള്ളത് അതൊരു വിഷയമേ അല്ല. അത് നല്ല നിലക്ക് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആർക്കും അറിയാത്ത ഭരിത പ്രിയനായ ശ്രീ പിണറായി വിജയൻ ഉണ്ടോ?
അങ്ങനെയാണെങ്കിൽ ഫലിതം പറയുക അല്ലെങ്കിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ഫലിതമായിട്ട് എൻ്റെ അടുത്തുനിന്ന് അധികം വരാറുണ്ടോ എന്നറിയില്ല. എന്നാൽ ഫലിതം ആസ്വദിക്കാറുണ്ട്. നല്ല നിലക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുമ്പം പല ഫലിതങ്ങളും പറയുമല്ലോ, അതൊക്കെ നല്ല നിലക്ക് ആസ്വദിക്കാറുണ്ട്. ഏത് വിഷമഘട്ടത്തിലും അങ്ങേക്ക് മാറാത്ത ചിട്ടകളുണ്ടോ? അത് അതായത് ശരി തെറ്റ് അങ്ങനെ യെസ് ഓർ നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് വിഷമഘട്ടത്തിൽ അത് മാറില്ല. അതൊരു ജീവിത രീതി തന്നെയാണ്. അതൊരു എൻ്റെ ഒരു ശൈലിയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അത് ആ നിലക്ക് തന്നെ തുടരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്താണ് സാറിൻ്റെ? അല്ലെങ്കിൽ ആരാണ്? അല്ല, അതിൽ ഓരോ ഘട്ടത്തിലുണ്ടാകുന്നതാണല്ലോ. ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ AKG ആയിരുന്നു വലിയ ഒരു പ്രചോദന ശക്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹമായിട്ട് നല്ല ബന്ധത്തിലായി, നല്ല ബന്ധങ്ങൾ വന്നു. അങ്ങനെ പാർട്ടിയിൽ തന്നെ നല്ല നിലയിൽ ബന്ധപ്പെടുന്ന നില വന്നു. പിന്നെ അവരൊക്കെ ഒരു അധികായന്മാരാണല്ലോ. AKG EMS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അധികായന്മാരാണ്. അവരൊക്കെ ഒരു റോൾ മോഡൽസ് ആയിരുന്നു. അതിനോടൊക്കെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പ്രളയവും കോവിഡും പോലുള്ള മഹാദുരന്തങ്ങൾ വന്നപ്പോൾ കേരളം ശ്രദ്ധിച്ചത് അങ്ങയുടെ വാക്കുകൾ ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഉള്ളിൽ ആദ്യമായി കഴിഞ്ഞ ജനങ്ങളിൽ ഇത്രയധികം ആത്മവിശ്വാസം പകരാൻ അങ്ങേക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമല്ല. എന്നിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവ് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ നിലയിൽ ഉള്ളൊരു ആളെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മറ്റു തരത്തിലെടുത്താൽ പല സമുന്നത വ്യക്തികൾക്കുമുള്ള തരത്തിലുള്ള വലിയ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഭൗതിക ശേഷി അതൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അത് സാധാരണക്കാരനെന്ന മട്ടിൽ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വിഷമം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നില. സാധാരണക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങേക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളോട് പറയുക. അപ്പോൾ അത് ജനങ്ങൾ നല്ല നിലക്ക് എടുത്തല്ലോ, എത്ര നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത്. ഇപ്പം സാധാരണ നിലക്ക് ആ ഘട്ടത്തിൽ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയും. ആ ഘട്ടത്തിൽ ഞാനൊരു ദിവസം പറഞ്ഞു, നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറയായിരുന്നല്ലോ. നമ്മൾ കുടുംബത്തിൽ പറയുന്നത് പോലെ ജനങ്ങളോട് പറയുന്ന നിലയായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം, പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കിട്ടാത്ത പട്ടികൾ, മറ്റ് മൃഗങ്ങൾ, കുരങ്ങന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ സമയത്ത്. അത് വലിയ തോതിൽ സ്വീകരിച്ചല്ലോ ആളുകൾ. അതിലൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഉടനെ അതിന് പ്രതികരണം ഉണ്ടായി. അതേപോലെ തന്നെ കാർഷിക രംഗം, ഇത് നമുക്ക് വലിയ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു പോകുമെന്ന് ശങ്കിക്കണം. കാരണം കോവിഡ് എത്രയാണ് നീണ്ടു നിൽക്കാൻ അറിയില്ലായിരുന്നു. വല്ലാത്ത പ്രയാസം വന്നാൽ നമ്മൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുമെന്നുള്ള ശങ്കയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുപറമ്പിൽ ആവശ്യമായ കൃഷി ചെയ്യണമെന്നൊരു ദിവസം പറഞ്ഞു. അത് പറഞ്ഞ് കേൾക്കേണ്ട താമസം ചിലർ ഉടനെ മൺവെട്ടിയൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാൻ പുറപ്പെട്ടല്ലോ. അതൊക്കെ ഒരു നല്ല ആവേശകരമായ കാര്യമല്ലേ. അപ്പോൾ അന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. സാറ് ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഫുട്ബോൾ മാച്ച് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് വരെയാണ്. അങ്ങ് കാണാറുണ്ടോ? അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള ഏതെങ്കിലും കളിക്കാരുണ്ടോ? അത്യാവശ്യം ഞാൻ കാണാറുണ്ട്. അത്യാവശ്യം കാണാറുണ്ട്. ചില കളികൾ നല്ല നിലക്ക് കണ്ടിട്ടുമുണ്ട്. ഇപ്പം തുടങ്ങാൻ പോവാണ്. അതെ. പക്ഷേ ഇത് നമ്മുടെ സമയമായിട്ട് ഒത്തുവരാത്തത് കൊണ്ട് ജൂലൈയിലാണ്. അതെ, അല്ല സമയം ഒത്തുവരാറില്ല പലപ്പോഴും. അപ്പോൾ ഉറക്കൊഴിഞ്ഞ് കാണുക എന്നുള്ളത് ഇപ്പൊ ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. അല്ല, ഈ അർജന്റീന അല്ലെങ്കിൽ മെസ്സി അങ്ങനെ ആ സമയത്ത് അവരോടൊക്കെ ചായ്വ് കാട്ടിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അങ്ങ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അവരൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചിലർ അവരെ ജയിക്കാൻ പാടുന്ന നില എടുക്കാറുണ്ട്. അങ്ങനെയൊരു നില ഞാൻ എടുക്കാറില്ല. പക്ഷെ അവരെയൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. എപ്പോഴും അങ്ങ് ഊർജ്ജസ്വലനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് അങ്ങ് പുലർത്തുന്ന എന്തെങ്കിലും പ്രത്യേക ശീലങ്ങളുണ്ടോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിൽ സാധാരണ എൻ്റേതായ ഒരു മിനിമം വ്യായാമം രാവിലെ ഞാൻ ചെയ്യും, ചെറിയ തോതിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണക്രമം, നേരത്തെ ധാരാളം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പം അതിനൊരു ക്രമം പാലിച്ചിട്ടുണ്ട്. ആ ക്രമം തുറന്നു പോവുകയാണ്. വലിയ തോതിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്.
അത് നല്ല നിലക്ക് തുടരാൻ പറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ അധിക ഭക്ഷണം കഴിക്കുമ്പോൾ അധിക ഭക്ഷണം കഴിക്കണമെന്ന് സ്ഥിരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. അത് ക്രമീകരിച്ചാൽ പിന്നെ പ്രയാസമില്ല. അത്രയും ഭക്ഷണം മതി നമുക്ക് എന്നൊരു നില. അതിലിപ്പോൾ നല്ല സംതൃപ്തി തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങ് കുട്ടികളുമായിട്ട് നടത്തിയൊരു മുഖാമുഖം പരിപാടിയിൽ ഞാനത് കാണുകയുണ്ടായി. അങ്ങയുടെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ അനുഭവം പിണറായി വിജയൻ എന്ന വ്യക്തിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയും രൂപീകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? തീർച്ചയായും. അത് അന്നും ആ വിഷമഘട്ടത്തിലും ഒരു വലിയ അഭിമാനബോധം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അത് ആരുടെയും മുമ്പിൽ കൈനീട്ടാതിരിക്കുക, തെറ്റായ ഒരു കാര്യവും ചെയ്യാതിരിക്കുക, അങ്ങനെയൊരു നിലപാട് അന്നേ സ്വീകരിച്ചിരുന്നു. അതിനിടയാക്കിയത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദിവസം തലശ്ശേരിക്ക് പോകാൻ കാശില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരാൾ കയ്യിൽ നിന്ന് വായ്പ വാങ്ങി. അപ്പോൾ തലശ്ശേരി എത്തി വർത്തമാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 25 പൈസ വായ്പ വാങ്ങിയിട്ടാണ് വന്നത് ഇന്ന്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അന്നത്തെ ഒരു പാർട്ടി നേതാവുണ്ട്, അരിയാക്കണ്ടി അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ കേട്ടപ്പോൾ തന്നെ ഒരു ആട്ട ആദ്യം തന്ന്, നിനക്ക് എവിടുന്നടാ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും? നീ മേലിൽ ഒരാളുടെക്കൊന്നും വായ്പ വാങ്ങരുത് കേട്ടോ. എനിക്ക് തലശ്ശേരി പോകണമെങ്കിൽ എനിക്ക് തലശ്ശേരി പോകണം, ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങുക. അതിനപ്പുറം വാങ്ങണ്ട. ആ പൈസയും കൊണ്ട് ടിക്കറ്റ് എടുത്തിരിക്കും പോരുക എന്നല്ലാതെ നീ ഇനി വായ്പ വാങ്ങാൻ പാടില്ല ആരോടുക്കും. അത് എനിക്ക് വലിയൊരു പാടായി. പിന്നീട് ഒരു വായ്പയും ആരുടെക്കൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. അത് പിന്നെ എന്താണോ ആവശ്യം, പാർട്ടിയുടെ ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയില്ല, അത് ആ ആവശ്യം പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നതിൽ തെറ്റില്ല. അതിന് മാത്രം അത് നിറവേറ്റുക. ആ നിലയാണ് പിന്നീട് സ്വീകരിച്ചു വന്നത്. ചില കാര്യങ്ങൾ, ഇത്തരം ചില ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കൊരു വലിയ പാഠമായിട്ട് മാറും. അതാണ് വന്ന് മാറിയത്. രാഷ്ട്രീയം കഴിഞ്ഞാൽ അങ്ങേക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതൊക്കെയാണ്? രാഷ്ട്രീയമാണല്ലോ ഫുള്ള്. അതേസമയം പിന്നെ മറ്റ് കലാപരിപാടികളൊക്കെ കാണുന്നതിന് എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. അതൊക്കെ ഞാൻ സാധാരണ കാണാറുണ്ട്, നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട്. പിണറായിയിൽ ജനിച്ച വിജയൻ സഖാവ് എന്നല്ലാതെ വീട്ടുകാരും ബന്ധുക്കളും മാത്രം വിളിക്കുന്ന എന്തെങ്കിലും വിളിപ്പേര് ഉണ്ടായിരുന്നോ? അല്ല, നേരത്തെ ഇല്ല. പക്ഷെ എനിക്കൊരു പേര് പിന്നെ എൻ്റെ ഒരു അധ്യാപകൻ ഇട്ടിരുന്നു. അന്നത്തെ അധ്യാപകർ വളരെ പ്രത്യേകതയാണല്ലോ, കുട്ടികളെ വല്ലാതെ ഉൾക്കൊള്ളുന്നവരാണ്. അതെ. അല്ല, ഇന്നും അധ്യാപകർ അങ്ങനെ തന്നെ. അപ്പോൾ അദ്ദേഹം ഇട്ട പേര് മുഖ്യസ്ഥൻ. അത് ശരി. അപ്പോൾ അതൊരു തിരിപ്പേരായിട്ട് ചിലർ വിളിക്കുമായിരുന്നു, മുഖ്യസ്ഥൻ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം സ്കൂൾ കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പിണറായിയിലെ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന വിജയൻ എന്ന ബാലന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇപ്പോഴും ഗ്രാമീണമായിട്ടുള്ള പല സ്വഭാവങ്ങളും വെച്ച് പുലർത്തുന്ന ഒരാൾ, അതിൻ്റെ എല്ലാ പരിമിതികളോടും കൂടി ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് അത് എൻ്റെ പാർട്ടിയുടെ പിന്തുണ കൊണ്ടാണ്. പാർട്ടിയാണ് എന്നിൽ മുഴുവൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ആയി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഉന്നതമായ സ്ഥാനം വഹിക്കാൻ പ്രാപ്തനാണോ ഞാൻ എന്നത് എല്ലാ ഘട്ടത്തിലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്. ആ നിലക്ക് നിർവഹിക്കുക. അപ്പം നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒരു പാട്ടിനെ കുറിച്ച് പാടുന്നതിന് മുമ്പ് എനിക്കൊരു വലിയൊരാളെ കുറിച്ച് പറയാനുണ്ട്. റോബിൻ. ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്. അങ്ങേക്ക് റോബിൻ എന്ന വളർത്തു നായോടുള്ള സ്നേഹവും കരുതലും. അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് റോബിന് അങ്ങേ കൈകൊണ്ട് തന്നെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഈ മുഖം അധികം ആർക്കും അറിവുള്ളത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് എല്ലാ വളർത്തു മൃഗങ്ങളെയും ഇഷ്ടമാണോ, അതോ കുഞ്ഞുനാളിൽ തുടങ്ങിയാണോ ഇത്, അതോ നായകളോട് മാത്രമാണോ ഇഷ്ടം? കാര്യം ഇത് റോബിന്റെ ഒരു അവകാശം പോലെയാണ് അങ്ങയുടെ കയ്യിൽ നിന്നൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ നല്ല ബന്ധം നമ്മൾ പുലർത്തിയാൽ അവരതേ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ നമ്മുടെ സഹായിയായിട്ടുള്ള മുരുകേഷനുണ്ട്. മുരുകേഷനോട് പറഞ്ഞു, ഇവിടെ കാക്കകൾ വരും, കാക്കക്ക് നീ ഭക്ഷണം കൊടുക്കണമെന്ന്. ഇപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാക്ക അവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കും. അപ്പൊ കയ്യിൽ നിന്ന് അങ്ങനെ നേരിട്ട് കൊടുക്കണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു, എറിഞ്ഞു കൊടുത്താൽ മതി. കാരണം എന്തെങ്കിലും രോഗം പകർന്നെങ്കിലും വിഷമാണല്ലോ. പക്ഷെ നേരെ കയ്യിൽ നിന്ന് എടുക്കുക ആ കാക്ക വന്നിട്ട്. അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്.
അപ്പം ഇവിടെ ഒരു ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ ഒരു ഫൗണ്ടൻ ഉണ്ടല്ലോ. ആ ഫൗണ്ടൻ സാധാരണ രാവിലെയാണ് നമ്മുടെ ഇടയിൽ. ഒരു ദിവസം ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു അത് വൈകുന്നേരം ഒന്ന് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. ഒരു 6 മണിക്ക്. അപ്പോൾ പക്ഷികൾ കൂടുന്ന സമയമായിരുന്നു. ഇവരെല്ലാവരും വന്ന് എന്തൊരു സന്തോഷമാണെന്നറിയോ. അവർ കുളിച്ച് ഒരു കുളിയുണ്ടാവും. ആ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു സദസ്സുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ എല്ലാം കുളി കഴിഞ്ഞിട്ട് അവർ കൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നായയുടെ കാര്യം പറഞ്ഞാൽ വലിയ അത്ഭുതകരമായ കഥ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആദ്യമുള്ള എൻ്റെ ചെറുപ്പക്കാരൻ വീട്ടിൻ്റെ സൈഡിലൂടെ ഒരു കൂട്ടർ പോവുകയാണ്. പഴയ തവളയെ പിടിക്കുന്നവരാണ്, നാട്ടുകാരല്ല. അവരുടെ കൂട്ടത്തിലുള്ളൊരു പട്ടി, ചെറിയ പട്ടിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവരങ്ങ് പോയി. അപ്പോൾ ഇത് ഒരു പട്ടി, അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ പറഞ്ഞു അതവിടെ നിന്നോട്ടെ, വന്നതല്ലേ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് പിന്നെ വീട്ടിൽ വളർന്നു. വേറെ ശാസ്ത്രീയ വളർത്തലൊന്നുമല്ല, നാടൻ പട്ടി എന്ന രീതിയിൽ വളർത്തുകയാണ്. ആ പട്ടിയുടെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം അമ്മയുടെ അടുത്ത്, അടുക്കളയിലെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇതൊന്ന് മുരണ്ട് ചെറിയ മുട്ടൽ കുരച്ചു, മുണ്ടൊന്ന് കടിച്ചു വിരിച്ചു. അപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു. അപ്പോൾ ഇതിന് അമ്മയുടെ അടുത്ത് യേശുന്നില്ല എന്ന് തോന്നി. നേരെ അവിടെ നിന്ന് ഇറങ്ങി ആ വീട്ടിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു വീടുണ്ട്. അവിടെ ഒരു നാണി എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ അടുത്ത് പോയി ഇതേ കാര്യം അവരോട് ചെയ്തു. അപ്പോൾ അവർ കുറച്ച് പോസിറ്റീവായിട്ട് എടുത്തു. ഇതൊരു പെൺപട്ടിയാണ്, എന്താ മോളെ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ മുണ്ടിങ്ങനെ കടിച്ച് വലിച്ച് നടന്ന് ഈ വീട്ടിൻ്റെ പിന്നിലൂടെയാണ് വരേണ്ടത്. അപ്പോൾ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റം അത് കഴിഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം പോലെയാണ് കിണറിൻ്റെ. ആ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞാൽ ഒരു കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം കിണറാണ്. അപ്പോൾ വലിയ ആൾമറയുള്ള കിണറല്ല നടത്തും. ഇവള് ഈ നാണി നടന്നു വന്ന് വടക്ക് മുറ്റത്തെത്തിയപ്പോൾ കാണുന്നത് ഇവളെ മുട്ടിലിഴഞ്ഞ് വരുന്ന കുട്ടിയുണ്ട്. ആ കുട്ടി ഈ പ്ലാറ്റ്ഫോം കയറിയിട്ട് ഈ ഒറ്റക്കല്ലുണ്ടല്ലോ, ആ കല്ല് പിടിച്ചിട്ട് ഇങ്ങനെ കിണറിലേക്ക് നോക്കുന്നതാണ്. പിന്നെ എന്താ പറയേണ്ടത്? അങ്ങനെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. പിന്നെ അവൾക്ക് ഈ പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ കഴിവുള്ള പട്ടികളുണ്ട്. ആ പട്ടി തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ, സാധാരണ ആ കാലത്തൊരു ശീലം, പുറത്തു പോയാൽ ചെരുപ്പുണ്ടായാലും ചെരുപ്പില്ലെങ്കിലും, ചെരുപ്പില്ലാത്ത കാലമാണ് അധികവും, കാല് കഴുകിയിട്ടേ അകത്തോട്ട് വീട്ടിലേക്ക്, അങ്ങനെയാണ് ഒരു ശീലം. ഒരു കോലായിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു വലിയ കല്ലുണ്ട്, അതിൻ്റെ നിന്ന് കാല് കഴുകി അതിന് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നപ്പോൾ വെള്ളം അവിടെ ഇല്ല. അകത്ത് പോയി വെള്ളം എടുത്തിട്ട് വന്നിട്ട് പിന്നെയും കഴുകും. അകത്ത് പോയി വെള്ളവും പാത്രവും എടുത്ത് വന്ന്, കിണ്ടിന്നാ പറയാൻ നമ്മൾ, കിണ്ടിയും വെള്ളം എടുത്ത് വന്ന് കാല് കഴുകാനാണ് വരുന്നത്. പട്ടി വിടുന്നില്ല, പട്ടി ഭയങ്കര തടസ്സം. അപ്പം എന്താ പ്യാസി എന്ന് അതിൻ്റെ പേര്, എന്താ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ വിളക്ക് തൂക്കിയിട്ടുണ്ട്. തൂക്കിയ വിളക്കെടുത്ത് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ മേലെ വലിയൊരു പാമ്പ്, കരിവേലിപ്പട്ടാന്ന് പറയും, ആ പാമ്പിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കണ്ടതോടുകൂടി പട്ടി പോയി. പിന്നെ ആ കാലാണല്ലോ, ഇന്നത്തെ പോലെ പാമ്പിനെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, തല്ലിക്കൊന്നു. അതാണ്, അത്രയും കഴിവുള്ള പട്ടികളുണ്ട്. അതിൽ നിന്നൊരു പട്ടി സ്നേഹം ഉണ്ടായിരുന്നു പറയാ. റോബിനെ അങ്ങയോടുള്ള ഒരു അങ്ങേക്ക് റോബിനുള്ള സ്നേഹം. സാർ, അപ്പം വളരെ സന്തോഷം. നമുക്കൊരു പാട്ടിലേക്ക് കടക്കാം. അങ്ങേക്ക് പാടാൻ സാധിച്ചില്ലെങ്കിൽ വരികൾ പറഞ്ഞാലും മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് തന്നെയാകാം. അയ്യോ, ആയിക്കോട്ടെ. ഹൃദിസ്ഥമീശ്വരം തെക്ത പ്രതിഷ്ഠാം പ്രതിമാം ഭജയിൽ കരസ്ഥ പായസം തെക്ത കോപ്പരസ്ഥ ഗളം പിൻപേൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ. ഹൃദിസ്ഥമീശ്വരൻ തെക്ത പ്രതിഷ്ഠാം പ്രതിമാം ഭജയിൽ, ഈ പ്രതിഷ്ഠയുടെ പിന്നിലേക്ക് പോകുന്നത്, വിഗ്രഹത്തിന് മുന്നിലേക്ക് പോകുന്നത്. കരസ്ഥ പായസം തെക്ത, ഇതിനകത്ത് പായസമുണ്ട്, പക്ഷെ ഇപ്പുറത്തൊരു തുള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ കരസ്ഥ പായസം തെക്ത കോപ്പരസ്ഥ ഗളം പിൻപേൽ, ഇത് നക്കാൻ വേണ്ടി പുറപ്പെടും, ഇതാകെ ഇപ്പോൾ ചോർന്നു പോവുകയാണ്. അതാണ്, അതെന്നെ ഹൈസ്കൂളിൽ ഒരു മാഷ് പഠിപ്പിച്ചതാണ്, കേളം മാഷ് എന്ന് പറയുന്ന ഒരാൾ. ആ പദ്യമാണ്, അത് ഉപനിഷത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ എന്നോട് പറയാൻ? അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ
അപ്പൊ ഒരുപാട് സന്തോഷം. അങ്ങേക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും? അല്ല, നിങ്ങൾ അങ്ങേ പോലൊരു മഹാനടൻ ഇങ്ങനെയും സമയമെടുത്ത് പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ തയ്യാറായി എന്ന് പറയുന്നത് അതെ ഒരു വലിയ സംഭവം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ് അതിന്റെ പുറകിൽ. കാര്യം നമ്മുടെ പരസ്പര സ്നേഹം ഇങ്ങനെ തുടരട്ടെ. ഇതേവരെ അതാരും അറിയില്ലായിരുന്നു, ഇങ്ങനെ അറിയട്ടെ. വളരെ സന്തോഷം. നന്ദി.